ഏക വഴി എന്ന ആ ഒരു പ്രത്യേക തലത്തിലേക്ക് മാറുകയും ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഭാഗങ്ങളായിപ്പോയി. ഇങ്ങനെയുള്ള ഈ സഭകളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മിഷന്മാരുടെ പ്രവർത്തനപരമായിട്ടും 20-ാം നൂറ്റാണ്ടിൽ ആരംഭത്തിലേക്ക് വന്നപ്പോൾ ഒരു സഭകൾക്ക് യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തുക. വിയോജിപ്പിന്റെ മേഖലകൾ എന്ന് നമ്മൾ പറയുമ്പോൾ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ വിയോജിപ്പിന്റെ മേഖലകൾ ഏതൊക്കെയാണ്? ഇപ്പൊ പണ്ടൊരിക്കൽ എക്കനിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത് ഇതൊക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം 5 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന കാളവണ്ടികൾ, 5 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന കാളവണ്ടികൾ, 10 കിലോമീറ്റർ വേഗത്തിൽ മണിക്കൂറിൽ ഓടുന്ന സൈക്കിളുകൾ, പിന്നെ 50 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന സ്കൂട്ടറുകൾ, 60 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ബൈക്ക്, 70 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന കാറ്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു റോഡിലൂടെ കൂട്ടയോട്ടം നടത്തിയാൽ, അപ്പോൾ ഒത്തിരി സ്കൂട്ടറുണ്ട്, ഒത്തിരി കാറുണ്ട്, ഒത്തിരി കാളവണ്ടികളുണ്ട്, ഇതെല്ലാം കൂടെ ഒരു റോഡിലൂടെ. നിങ്ങൾ കൂട്ടയോട്ടം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടയോട്ടം നടത്തിയാൽ ചോദ്യം, ഈ കൂട്ടയോട്ടം നടത്തുന്ന ഈ വാഹനങ്ങളുടെ മാക്സിമം സ്പീഡ് എത്ര ആയിരിക്കും? ആർക്കെങ്കിലും പ്രതികരിക്കും? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിയോളജിയും ഒക്കെ പഠിക്കുന്നവരല്ലേ, അപ്പം പറഞ്ഞാട്ടെ. 30-35 വരത്തുള്ളൂ. അതാരാ പറഞ്ഞു? നിമിയാന്ന് പറഞ്ഞു. നിമി പറഞ്ഞത് ആവറേജ് സ്പീഡാണ്. ഇപ്പൊ 5 കിലോമീറ്റർ ഓടുന്ന, 60 കിലോമീറ്റർ ഓടുന്ന, 10 കിലോമീറ്റർ ഓടുന്ന, 30 കിലോമീറ്റർ ഓടുന്ന, 50 കിലോമീറ്റർ, അതിന്റെ ആവറേജ് സ്പീഡാണ് നിമി പറഞ്ഞത്. ഞാൻ ചോദിച്ച അതിന്റെ മാക്സിമം സ്പീഡ് എത്ര ആയിരിക്കും? എന്തോ ആരാ പ്രതികരിച്ചു? കാളവണ്ടിക്ക് 5 കിലോമീറ്റർ അവരെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ വണ്ടർഫുൾ. അതാരാണ് പറഞ്ഞത്? സുസമ എന്താ വരെ പഠിച്ചതാ? ഞാൻ BSc nurse. Wonderful. You are awesome. The maximum speed shall be the minimum speed or the maximum speed of the slowest vehicle. കാളവണ്ടിയുടെ സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാളവണ്ടി അല്ലല്ലോ. അല്ലെങ്കിൽ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഭയങ്കര കൂട്ടമായിട്ട് എല്ലാം കൂടെ കൂട്ട ഇടി നടക്കും, റോഡിലെല്ലാം ഇടിച്ച് തകരും. സോ ദ മാക്സിമം സ്പീഡ് ഷാൽ ബി ദ മിനിമം സ്പീഡ്, ദാറ്റ് ഈസ് 5 കിലോമീറ്റേഴ്സ്. ഇതാണ് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെ എതിർക്കാൻ പെന്തക്കോസ്തരായ നമ്മളും അത്തരത്തിലുള്ള ചില സഭകളും ഒക്കെ തയ്യാറാകേണ്ട കാരണം ഇതാണ്. നമ്മൾ വിയോജിക്കുന്ന മേഖലകളുണ്ട്. വിയോജിക്കുന്ന മേഖലകൾ എന്ന് പറയുമ്പോൾ ഇപ്പം രക്ഷയുടെ കാര്യത്തിൽ ഈ അടുത്ത സമയത്ത് കത്തോലിക്ക സഭ ഇനിയും ചില കാര്യങ്ങളൊക്കെ കത്തോലിക്ക സഭ റിവിഷൻ ചെയ്യുമായിരിക്കും. കാരണം ഇപ്പോഴത്തെ പുതിയ പോപ്പ് എന്ന് പറയുന്നത് എവിടുത്തുകാരനാണ്? ഇപ്പോഴത്തെ കത്തോലിക്ക സഭയുടെ ആഗോള തലവൻ പോപ്പ് എവിടുത്തുകാരനാണ്? USA, അമേരിക്ക. താങ്ക് യു. അമേരിക്കാനാണ്. ഈ അമേരിക്കയിൽ കത്തോലിക്ക സഭ അത്ര വലിയ ചർച്ച അല്ല. അവിടെ പ്രസ്ബിറ്റേറിയൻസും അവിടെ റിഫോംഡ് ചർച്ചസ് ആണ് കൂടുതൽ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ റിഫോംഡ് ചർച്ചസ് കൂടുതലുള്ളപ്പോൾ അവരുമായിട്ടുള്ള സംസാരം, അവരുമായിട്ടുള്ള സഹകരണം, അല്ലെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അമേരിക്കയിലെ കത്തോലിക്ക സഭയെ ഒരു പരിധി വരെ എന്ത് ചെയ്തിട്ടുണ്ട്? റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രസ്ബിറ്റേറിയൻസും മെത്തഡിസ്റ്റും പിന്നെ പെന്തക്കോസ്തുകാരും. അപ്പൊ അമേരിക്കയിലുള്ള ഈ സഭകളൊക്കെ തന്നെ പ്രസ്ബിറ്റേറിയനും മെത്തഡിസ്റ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ യൂറോപ്പിലുണ്ടായ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്, ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി, അതുപോലെ തന്നെ ആളുകളുടെ ഒക്കെ പ്രവർത്തന ഫലം, യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ റിവൈവലിന്റെ ഫലമായി അവിടുത്തെ ചർച്ചകൾക്ക് മാറ്റം വരികയും അങ്ങനെ അവര് ഈ മിഷനറി മൂവ്മെന്റ്സ് ഉണ്ടാക്കിയ കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു. SPG, ISPCK, അതുപോലെ തന്നെ അതുപോലുള്ള ഈ CMS, LMS ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ?
അപ്പോ അങ്ങനെ ഉണ്ടായ ചർച്ചുകളുടെ ഒരു റിഫോംഡ് ചർച്ചുകളാണ് എവിടെയുള്ളത്? കൂടുതലും അമേരിക്കയിലുള്ളത്. അപ്പൊ ആ റിഫോംഡ് ചർച്ചുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള കണക്ഷൻ, സംസാരവും അവരുമായിട്ടുള്ള ഇടപെടലും അവരുടെ രീതികളും മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു എൻകൗണ്ടർ അമേരിക്കയിലെ കത്തോലിക്ക സഭയും വളരെ ആഴത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്താലുള്ള രക്ഷ, യേശുക്രിസ്തുള്ള വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ള ഈ പ്രെസ്ബിറ്റേറിയൻ മെത്തഡിസ്റ്റ് ചർച്ചുകളോ അല്ലെങ്കിൽ അവിടുത്തെ റിഫോംഡ് ചർച്ചുകളോ, ഇന്ത്യയിലെ ഒരു റിഫോംഡ് ചർച്ചാണല്ലോ മാർത്തോമ ചർച്ച്, CSI ചർച്ച്, അതുപോലെ അവരൊക്കെ യേശുക്രിസ്തു ആണ് ഏകരക്ഷകൻ, മറിയുടെ പ്രാർത്ഥനയില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല, മരിച്ചവർക്ക് വേണ്ടി കുർബാനയില്ല, കുമ്പസാരമില്ല. നിങ്ങൾക്കറിയാമല്ലോ, മാർത്തോമക്കാർക്ക് CSIക്കാർക്ക് ഒന്നും എന്തില്ല, കുമ്പസാരം ഇല്ലെന്നറിയാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല, വിഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കത്തില്ല, യേശുവിന്റെ എന്ന് പറയുന്ന ഫോട്ടോയുടെ മുന്നിൽ പ്രാർത്ഥിക്കത്തില്ല, മറിയോട് പ്രാർത്ഥനയില്ല, അപ്പോസ്തലനോട് പ്രാർത്ഥനയില്ല. അതുപോലെ തന്നെ അവര് അങ്ങനെയുള്ള ഒരു റിഫോംഡ് ചർച്ചാണ് ആര്? കേരളത്തിലെ ഇന്ത്യയിലെ CSI മാർത്തോമ ചർച്ച്. ഞങ്ങൾ പറഞ്ഞ മനസ്സിലായ അതേപോലുള്ള ഒരു ശൈലിയാണ് അമേരിക്കയിലുള്ള മെത്തഡിസ്റ്റ് പ്രെസ്ബിറ്റേറിയൻ ചർച്ചുകൾക്കും. പിന്നെ ഇവിടുത്തെ പോലെ എപ്പിസ്കോപ്പസി അവര് കുപ്പായം ഇടത്തില്ല, നേരെ മറിച്ച് കഫ് കോളർ, അത് ബന്ധക്കോസുകാരായ നമ്മളും ചിലപ്പോൾ കഫ് കോളർ ഉപയോഗിക്കും. നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് അറിയത്തില്ലേ, ഈ ഹാൻഡ് കഫ് പോലെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം സെൻട്രൽ പിൻ ചെയ്ത് കണ്ടിട്ടുണ്ടോ, ഒരു വട്ടക്കഴുത്ത് കോളർ. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി. അപ്പം പല കാര്യങ്ങളിലും ഈ അമേരിക്കയിലുള്ള ഈ ചർച്ചുകളുടെ സ്വാധീനം ഏത് സമൂഹത്തിലുമുണ്ട്? കത്തോലിക്ക സമൂഹത്തിലുണ്ട്. തൽഫലമെന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊരു കത്തോലിക്ക പോപ്പ് വരികയാണ്. ആ പോപ്പിന് ഈ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ കിട്ടിയ ഓറിയന്റേഷനും ആ സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രതികരണവും അയാളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ നാളിതുവരെ നന്മ നിറഞ്ഞവനുമേ നിനക്ക് സ്തുതി, കർത്താവിന്റെ അമ്മേ നിനക്ക് സ്തുതി, ദൈവമാതാവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് എത്രയോ കാലങ്ങളായിട്ട് ഈ മേരി സ്തുതി വന്ദനവും മേരി സ്തുതിയും ആരാധനയും എത്രയോ പള്ളികളുണ്ട്. സെന്റ് മേരീസ് പള്ളി, മേരി ആരാധന, മറിയ ആരാധന, ലോകം മുഴുവൻ. പക്ഷെ കത്തോലിക്കയിലെ പോപ്പ് പറഞ്ഞാൽ അവരാണല്ലോ, അവര് ഈ കത്തോലിക് ചർച്ചിന്റെ തിയോളജി എന്ന് പറയുന്നത് തന്നെ ഡോഗ്മാറ്റിക് തിയോളജിയാണ്. ഡോഗ്മാറ്റിക് തിയോളജി എന്ന് പറയുന്നത് വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന സഭയ്ക്കാണ്. സഭ എന്ന് പറയുമ്പോൾ സഭയുടെ തലവനായ പോപ്പാണ്. പോപ്പിന്റെ വേർഡാണ് ഫൈനൽ വേർഡ് എന്നാണ് കത്തോലിക്കർ വിശ്വസിക്കുന്നത്. അവരുടെ പാരമ്പര്യങ്ങൾ അങ്ങനെ വളർന്ന പല പോപ്പന്മാരും ഇടയ്ക്ക് പറഞ്ഞ കോനാപിച്ചകളെല്ലാം അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായി. പക്ഷെ പുതിയ പോപ്പ് വന്നപ്പോൾ മേരി ആരാധന എടുത്തു കളഞ്ഞ് യേശുവിന്റെ അമ്മ മറിയ സഹരക്ഷകയല്ല. എന്റെ ദൈവമേ, കേരളത്തിലെ കുറെ അച്ഛന്മാര് അവർ ഇതുവരെ പ്രസംഗിച്ചതിനൊക്കെ വെളുപ്പിക്കാനും ബിഷപ്പിന്റെ പോപ്പിന്റെ വാക്കുകൾ അങ്ങനല്ല ഇങ്ങനാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ എന്തെല്ലാം ഗുസ്തി ഉണ്ടാക്കി. ഒറ്റ വാക്ക്, യേശുവിന്റെ അമ്മ രക്ഷകയല്ല. ഷീ ഡസന്റ് ഹാവ് എനി റോൾ ഇൻ സാൽവേഷൻ. അത്രയേ ഉള്ളൂ. രക്ഷ യേശുവിലൂടെ മാത്രം. ഇനിയും കത്തോലിക്ക സഭയിൽ ഇപ്പോഴത്തെ പോപ്പിന്റെ കാലത്ത് ഇതുപോലുള്ള ചില തിരുത്തലുകൾ വരാൻ സാധ്യത ഉണ്ട്. ഞാനൊരു പ്രൊഫറ്റിക് മോഡി പറയുക. ജീവിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊള്ളൂ. പുതിയ പോപ്പ് വന്നതിന് ശേഷം കത്തോലിക്ക സഭയിൽ ഇനിയും ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരാം. അപ്പൊ കത്തോലിക്ക സഭ ഒരു പാരമ്പര്യവും വേദപുസ്തകവും അതും ഇതുമെല്ലാം വിശ്വസിക്കുമ്പോൾ സുവിശേഷ വിവിധ സഭകൾ റിഫോംഡ് ചർച്ചസ് യേശുക്രിസ്തു രക്ഷകനെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി ശിശുസ്നാനമല്ല ശരി, വിശ്വാസ സ്നാനമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ബാപ്റ്റിസ്റ്റുകാരും ഒരു പടി കൂടെ മുന്നോട്ട് പോയി ഈ വിശ്വാസസ്നാനം സ്വീകരിക്കുമ്പോഴും ഈ തലം നിലനിൽക്കുമ്പോഴും ശിശുസ്നാനം ആണ് ശരിയെന്ന് വാദിക്കുന്ന ഈ റിഫോംഡ് ചർച്ച്, മാർത്തോമ CSI ചർച്ച്, അങ്ങനെയുള്ള ആളുകളും അപ്പൊ അവരുടെ വിശ്വാസ പ്രമാണമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില മേഖലകൾ. എപ്പിസ്കോപ്പസി എന്ന് പറഞ്ഞാൽ, എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ മിണ്ടുന്നില്ല. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ എന്തുവാ? പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പറഞ്ഞാട്ടെ. പൗരോഹിത്യം, പുരോഹിതൻ. എപ്പിസ്കോപ്പസി എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം നിലനിർത്തുക. എപ്പിസ്കോപ്പ്
സ്കോഫോസ് എന്ന വാക്കിന് ഓവർസിയർ എന്നാണ് ഗ്രീക്കിൽ. എപ്പി എന്ന് പറഞ്ഞവര് മൊത്തത്തിൽ സൂപ്പർവൈസ് അല്ലെങ്കിൽ പുരോഹിത കേന്ദ്രമായ ഈ പ്രീസ്റ്റ് സെന്റേഡ് ആയ ചർച്ചുകൾ, എപ്പിസ്കോപ്പസ് നിലനിർത്തുന്ന പാരമ്പര്യമായിട്ട് പൗരോഹിത്യം നിലനിർത്തുന്ന ചർച്ചുകൾ. അപ്പൊ അവരോട് നമുക്ക് വിയോജിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ബാപ്റ്റിസ്റ്റുകാര് സ്നാനത്തിൽ കൊണ്ട് നിർത്തിയപ്പോ പെന്തക്കോസ്തരായ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് കയറി അഭിഷേകത്തിലും അന്യഭാഷാ വിഷയത്തിലും നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി. നമ്മൾ ഭൂതശാന്തിയിലും രോഗശാന്തിയിലും വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽ ആഭരണ ഇടുന്ന പെന്തക്കോസ്തുകാര്, ആഭരണ ഇടാത്ത പെന്തക്കോസ്തുകാര്, അത് കഴിഞ്ഞിട്ട് എന്റെ ഭാഷ പറഞ്ഞ മാല പെന്തക്കോസ്തുകാരും ശീല പെന്തക്കോസ്തുകാരും. എന്താണ് നിങ്ങളാരും മിണ്ടുന്നില്ല? മാല പെന്തക്കോസ്തുകാരും എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മാല ഇടാമെന്ന് പറയുന്നവർ, മാല ഇടരെന്ന് പറയുന്നവർ, വെള്ളയെ ധരിക്കാവെന്ന് പറയുന്നവർ, വെള്ള ധരിക്കില്ല എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ പഠിപ്പിക്കലുകൾ. അതെല്ലാമൊക്കെ അടിസ്ഥാനപരമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ പെട്ടതും പെടാത്തതുമായ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ കൾച്ചറലാണ്, ചിലത് ബിബ്ലിക്കലാണ്, ചിലത് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ നിലനിർത്തുന്ന, എന്നാൽ പേരിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഈ സഭാ സമൂഹങ്ങൾ. പിന്നെ അതിൻ്റെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രസ്ഥാനങ്ങളാണ്. എല്ലാം പ്രസ്ഥാനങ്ങളാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഓർത്തഡോക്സുകാരും നമ്മൾ പഠിച്ചതാണ്. ഓർത്തഡോക്സുകാരും പാർത്രിയാർക്കീസുകാരും കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സൂപ്പർ അടി നടക്കുകയാണ്. ഓരോ പള്ളികളും ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പാർത്രിയാർക്കീസുകാരുടെ ഓരോ പള്ളികളും ഓർത്തഡോക്സുകാർ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ തല്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെല്ലാം കൂടെ എങ്ങനെ ഐക്യപ്പെടുന്നത്? അപ്പം പക്ഷെ എന്നാലും ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹം ആളുകളിൽ ഉടലെടുക്കാൻ തുടങ്ങി. 19-ാം നൂറ്റാണ്ടിൽ വിവിധ മിഷണറി സമൂഹങ്ങൾ പ്രവർത്തിച്ച ഇന്ത്യ പോലുള്ള അക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഐക്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് വന്ന വ്യത്യസ്ത മിഷണറി സമൂഹങ്ങൾ, CSI, CMS, LMS, SPG, SPCK, ISPCK, അങ്ങനെയുള്ള മിഷണറി സമൂഹങ്ങൾ, SPG, ബാസൽ മിഷൻ, സ്കോട്ടിഷ് മിഷൻ, ബാപ്റ്റിസ്റ്റ് മിഷൻ, ഇങ്ങനെയുള്ള വ്യത്യസ്ത മിഷണറി സമൂഹങ്ങൾ വന്ന് ഇവിടെ ചർച്ച തുടങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വെള്ളക്കാർ പോയപ്പോൾ അവരുടെ കൂടെ ഈ മിഷണറി സമൂഹങ്ങളിലുള്ള സുവിശേഷകരങ്ങ് പോയി, ഇന്ത്യൻ ലീഡേഴ്സിന്റെ കയ്യിലായി. അവര് പല മിഷണറി സമൂഹങ്ങൾ ഒറ്റയ്ക്ക് പോയപ്പം ഇവരെല്ലാം കൂടെ ഒന്നിച്ചേർന്ന് നമുക്ക് നയിക്കപ്പെട്ടത് എന്താണ്, നമുക്കൊന്നിച്ച് നിന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ വന്നപ്പോൾ സൗത്ത് ഇന്ത്യ വന്നപ്പോൾ എപ്പിസ്കോപ്പസ് നിലനിർത്തുന്ന ശിശുസ്നാനം വിശ്വസിക്കുന്ന നിലയിൽ എല്ലാവരോടും യോജിക്കാൻ കഴിയുന്നതുകൊണ്ട് അവരൊരു യോജിപ്പിന്റെ മേഖലയിൽ CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കി. നോർത്ത് ഇന്ത്യയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പ്രശ്നമായി. കാരണം അവിടെ ബാപ്റ്റിസ്റ്റ് മിഷൻ ഭയങ്കര ശക്തമായിരുന്നു. അവർ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മറ്റു മിഷണറി സമൂഹങ്ങൾ ശിശുസ്നാനം സ്വീകരിക്കുന്നവരാകുമ്പോൾ അവർ തമ്മിൽ എങ്ങനെ ഒത്തുചേർന്ന് അവർ ചർച്ച ആകുന്ന ഒരു യൂണിറ്റ് വരുന്നത് എങ്ങനെ? അപ്പൊ അതിനെ തുടർന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ചുരുക്കത്തിൽ അതിന് അവധാനം ഒരു പ്രത്യേക കൺക്ലൂഷൻ എത്തി. ആ കൺക്ലൂഷന്റെ അടിസ്ഥാനത്തിൽ അവർ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അത് നമുക്ക് വിശദീകരിക്കാം എന്ന പേരിൽ ചർച്ച. അപ്പം ആദ്യത്തെ എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. CSIയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും CNI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ആദ്യ സന്ദർഭങ്ങളിലുണ്ടായ യോജിപ്പുകൾ പ്രധാനമായും ഒരേ വിശ്വാസാചാരങ്ങൾ പിന്തുടരുന്ന മിഷണറി സമൂഹങ്ങൾ അവരുടെ പ്രവർത്തനത്താൽ ഉടലെടുത്ത സഭകളായിരുന്നു. 1901 ഫ്രീ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് മിഷനും അമേരിക്കൻ ആർക്കോട്ട് മിഷനും കൂടി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. 1904 കോൺഗ്രിഗേഷണൽ വിശ്വാസം പിന്തുടരുന്ന അമേരിക്കൻ മധുര മിഷനും അമേരിക്കയിലുള്ള ഒരു രീതിയാണ് കോൺഗ്രിഗേഷണൽ ചർച്ചും എപ്പിസ്കോപ്പൽ ചർച്ചും. എന്ന് വെച്ചാൽ ചർച്ച് പാസ്റ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ എന്താ
പുരോഹിതന്മാരില്ലാത്ത. ഒരു സെക്കൻഡേ. പ്രധാനമായിട്ടും കോൺഗ്രിഗേഷണൽ ചർച്ചസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ലോക്കൽ അതാത് സഭകൾ തന്നെ, നമ്മൾ ഈ സ്വയം സന്ധാരണ സഭകൾ എന്ന് പറയത്തില്ലേ, അതാത് സഭകൾ തന്നെയാണ് അവരുടെ അമേരിക്കയിലെ പെന്തക്കോസ്റ്റ് സഭകളെ പോലെ തന്നെ അതാത് സഭകൾ തന്നെയാണ് അവരുടെ ഭരണ നിർവഹണം നടത്തുന്നത്. അവർക്ക് സെൽഫ് ഗവേണൻസ് ഉണ്ട്, ഓട്ടോണമി ഉണ്ട്, സ്വന്തമായി ഓരോ ലോക്കൽ ചർച്ചും അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ് അത് പൊതുവെ ഈ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിലാണ് ഉണ്ടായി വന്നത്, പ്രത്യേകിച്ച് കാൽവിനിസ്റ്റ് മൂവ്മെന്റിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചർച്ചസിനെ കോൺഗ്രിഗേഷണൽ ചർച്ചസ് എന്ന് പറയും. സെൽഫ് ഓട്ടോണമി ഉള്ള ചർച്ചസ്. നേരെ മറിച്ച് എപ്പിസ്കോപ്പസ് നിലനിർത്തുന്ന ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മേളിൽ ഒരു ടോപ്പാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കാണും, ഒരു ഭരണ വ്യവസ്ഥിതി, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം കാണും. നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഈ വന്ന് പ്രവർത്തിച്ച കോൺഗ്രിഗേഷൻ വിശ്വാസം പിന്തുടരുന്ന മധുരം മിഷനും തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച ലണ്ടൻ മിഷൻ LMS അവർ യോജിപ്പിലെത്തി. അങ്ങനെ 1908 അങ്ങനെ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് എന്ന പേരിൽ പല കോൺഗ്രിഗേഷൻ സഭകളും പ്രസ്ബിറ്റേറിയൻ സഭകളും കൂടി ഏകോപിച്ചുണ്ടാക്കിയ ഒരു സഭയാണ് 1908 രൂപം കൊണ്ട സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച്. സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച്. പിന്നീട് സഭാ ഐക്യത്തിന് വേണ്ടി ഗൗരവമായ ആലോചന നടന്നത് 1919 മദ്രാസിന് തെക്കുള്ള ട്രങ്കോബാറിൽ വെച്ചാണ്. പ്രസ്തുത സമ്മേളനത്തിൽ ആംഗ്ലിക്കൻ സഭയിലെയും സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ചിൽ ഉൾപ്പെട്ട സൗത്ത് ഇന്ത്യ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കോൺഗ്രിഗേഷണലിസം പ്രസ്ബിറ്റേറിയനിസം കൂടി ചേർന്നുണ്ടായ സൗത്ത് ഇന്ത്യ ചർച്ചിൽ ഉൾപ്പെട്ട 30ഓളം പ്രൊട്ടസ്റ്റന്റ് സഭാ നേതാക്കന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ 2 പേർ ഒന്നിച്ചുകൂടി, 2 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഭാരതീയരായിരുന്നു. 30 പേർ ഒന്നിച്ചുകൂടി. അതിൽ 2 പേരൊഴികെയുള്ളവർ. ഒരു സെക്കൻഡ് സൂസൻ. സോറി. അപ്പം ഇങ്ങനെ കോൺഗ്രിഗേഷണൽ ചർച്ചും അമേരിക്കൻ മധുര തെക്കൻ ഗുജറാത്തിലെ അവർ പ്രവർത്തനത്തിൽ ലണ്ടൻ മിഷനോട് ചേർന്നുണ്ടാക്കിയ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ചിലെ അംഗങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ആംഗ്ലിക്കൻ സഭയിലെ ഉള്ള ആളുകളും കൂടെ, അതായത് വെള്ളക്കാരുടെ കാലത്ത് വന്ന മിഷൻ മൂവ്മെന്റുള്ള അവരുടെ ലീഡേഴ്സ് എല്ലാം അവിടെ 19 പേര് ഒന്നിച്ച് കൂടി. അവര് 2 പേര് ഒഴികെ ബാക്കി എല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ സ്വന്തം ഗ്രൂപ്പായി നിന്ന കാര്യമില്ല, നമുക്ക് ഒന്നിച്ചൊരു ഐക്യത്തോടെ മുന്നേറണം എന്ന നിലയിലെത്തി. അങ്ങനെ സഭ ഐക്യ പുരോഗതി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 4 കാര്യങ്ങളാണ് സഭ ഐക്യത്തിന് അവര് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാക്കിയ 4 കാര്യങ്ങൾ. അതിനവര് വിളിക്കുന്നവര് ട്രങ്കോബാർ മാനിഫെസ്റ്റോ എന്നാണ്. എന്താണ് ട്രങ്കോബാർ മാനിഫെസ്റ്റോ? അങ്ങനെ മദ്രാസിന് തെക്കുള്ള ട്രങ്കോബാറിൽ വെച്ച് അവര് തീരുമാനിച്ച് അവരൊരു പ്രകടന പത്രിക ഉണ്ടാക്കി. അതിനെ വിളിക്കുന്ന ട്രങ്കോബാർ മാനിഫെസ്റ്റോ എന്നാണ്. അതിനകത്ത് 4 കാര്യങ്ങൾ, സഭായോജിപ്പിന് വേണ്ടിയുള്ള 4 പ്രമാണങ്ങൾ. അവർ 1, 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും. അപ്പൊ ഈ ട്രങ്കോബാർ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഈ പ്രകടന യേശുവിന്റെ നസ്രയത്ത് മാനിഫെസ്റ്റോ, നസ്രയത്തിലെ പ്രകടന പത്രിക എന്ന് പറയുന്ന പോലെ ഇവരൊരു പ്രകടന പത്രിക ഉണ്ടാക്കി. 4 പ്രധാന കാര്യങ്ങൾ അവര് അടിസ്ഥാന പ്രമാണം അംഗീകരിച്ചു. ആ പ്രമാണം അംഗീകരിക്കുന്ന എല്ലാവരോട് യോജിക്കുക എന്നുള്ളൊരു നിലയിലെത്തി. അങ്ങനെയാണ് 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകം. അതാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അതിനകത്തുണ്ട് എന്നുള്ള വസ്തുത. 2, നിക്യ വിശ്വാസം, നൈസ്യൻ ക്രീഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ആരോ അതെനിക്ക് വേണ്ടി ചൊല്ലിയായിരുന്നല്ലോ. നൈസ്യൻ ക്രീഡ് അവരുടെ, നിങ്ങൾക്കറിയാം, ഇപ്പോ നൈസ്യൻ ക്രീഡ് എന്ന് പറയുന്നത് ഇപ്പം ഏതാണ്ട് സെന്റിനറി സെലിബ്രേഷന്റെ സമയത്തേക്ക് വന്നിരിക്കുന്നു. നൈസ്യയിൽ കൂടിയ കൗൺസിൽ സെന്റിനറി ആണോ 90 ആണോ 325 സെന്റിനറി എന്ന് പറയാനൊക്കത്തില്ല. 1900
1900 വർഷത്തെ ഒരു സെലിബ്രേഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ 1700 വർഷത്തെ, ഐ മീൻ 1700 വർഷത്തെ ഒരു സെലിബ്രേഷൻ ഒക്കെ നടക്കുകയായിരുന്നു. പിന്നെ ഐസിയായിൽ കൂടിയ, നമ്മൾ നേരത്തെ പറഞ്ഞ ഐസിയായിൽ കൂടിയ ആ സഭാ കൗൺസിൽ, ആദ്യത്തെ സഭാ കൗൺസിൽ എടുത്ത ആ നൈസിൻ ക്രീഡ് അടിസ്ഥാന പ്രമേയമാണ് അംഗീകരിച്ചു. പിന്നെ അടുത്ത 3 യേശു ക്രിസ്തു സഭയ്ക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന 2 പ്രധാന കർമാനുഷ്ഠാനങ്ങളാണ്. ഏതൊക്കെ? 1 വിശ്വാസ സ്നാനവും, 2 തിരുവത്താഴവും. വിശ്വാസസ്നാനവും ട്രങ്ക് ഓവർ മാനിഫെസ്റ്റോയുടെ 4 ബേസിക് അടിസ്ഥാന പ്രമാണങ്ങൾ. 1 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകം, 2 നിക്യ വിശ്വാസ പ്രമാണം, 3 അടിസ്ഥാനപരമായി ക്രൈസ്തവ സഭയ്ക്ക് കർത്താവ് നൽകിയിട്ടുള്ള 2 കൂദാശകൾ. 1 വിശ്വാസ സ്നാനവും, 2 തിരുവത്താഴവും. 4 നമ്മൾ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് അവരോട് ചേർന്ന് പോകാൻ കഴിയാത്ത 4ാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ചരിത്രപരമായ എപ്പിസ്കോപ്പൽ ഭരണക്രമം. ചരിത്രപരമായ എപ്പിസ്കോപ്പൽ ഭരണക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എപ്പിസ്കോപ്പസി. എപ്പിസ്കോപ്പസി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ഞാൻ പറഞ്ഞേ? പൗരോഹിത്യം. പൗരോഹിത്യ പാരമ്പര്യം നിലനിർത്തുക, പുരോഹിത വസ്ത്രം. അങ്ങനെ 4 കാര്യങ്ങൾ. ആദ്യത്തെ 3 പ്രമാണങ്ങളെ സംബന്ധിച്ച് യോജിപ്പിന് ആഗ്രഹിച്ചിരുന്ന സഭകളിൽ വിയോജിപ്പില്ലായിരുന്നു. ആദ്യത്തെ 3 കാര്യവും യോജിക്കാൻ വന്നവർക്ക് വിയോജിപ്പില്ലായിരുന്നു. എങ്കിലും 4ാമത്തെ പ്രമാണം അംഗീകരിക്കുന്നതിന് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറെ പേർക്ക്. പട്ടത്വ സംബന്ധമായ വിഷയങ്ങളിൽ ഏക അഭിപ്രായം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് സഭാ യോജിപ്പ് വീണ്ടും നീണ്ടുപോകുന്നതിന് കാരണമായി. മർത്തോമ സഭയും യോജിപ്പിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു. പലരും താല്പര്യം പ്രകടിപ്പിക്കുകയും ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തെങ്കിലും പിന്നീട് പിന്മാറുകയാണ് ഉണ്ടായത്. സഭാ യോജിപ്പിലെത്തുന്ന സമയത്ത് നിലവിലുള്ള എല്ലാ ശുശ്രൂഷകരെയും ഐക്യസഭയിലെ ശുശ്രൂഷകരായി അംഗീകരിക്കുന്നതായിരിക്കും എന്നും, എന്നാൽ 30 വർഷത്തിന് ശേഷം അപ്പോസ്തലിക പെന്തക്കോസ്ത പ്രകാരമുള്ള കൈവപ്പുള്ളവരെ മാത്രമേ ശുശ്രൂഷകരായി അംഗീകരിക്കൂ എന്നും, ഐക്യസഭയിൽ നടക്കുന്ന എല്ലാ കൈവപ്പുകളും അപ്പോസ്തലിക പിന്തുടർച്ച പാലിച്ചുള്ളവയായിരിക്കണമെന്നും തീരുമാനത്തിലെത്തിച്ചത്. അതൊരു ക്രിട്ടിക്കൽ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഈ ഇന്ത്യൻ സഭയ്ക്ക് കൈവപ്പില്ല, അതുകൊണ്ട് പാർത്രിയാർക്കീസ്, ഇവിടുന്ന് എബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ആള് മാർ അത്തനേഷ്യസിനെ എന്ന് പറയുന്ന ചേടക്കാരനെ പാർത്രിയാർക്കീസിന്റെ അടുക്കൽ അയച്ച് കൈവപ്പ് മേടിച്ച് തിരിച്ചു വന്നെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ഇന്നും പെന്തക്കോസ്തുകാരെ ഈ പട്ടത്തു സഭകൾ ആക്ഷേപിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പോസ്തലിക പിന്തുടർച്ച കൈവപ്പില്ലെന്ന. അതായത് ആ ഒരു കാര്യം പറഞ്ഞാണ് നമ്മളോട് ഗുസ്തിക്ക് വരുന്നത്. അപ്പം അപ്പോസ്തലിക പിന്തുടർച്ച കൈവപ്പ്. അപ്പൊ അവരാദ്യം തീരുമാനിച്ചു ഇങ്ങനെ 30 വർഷത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടാം, 30 വർഷം കഴിഞ്ഞാൽ പുരോഹിതരാക്കുന്നവരെ അപ്പോസ്തലിക കൈവപ്പുള്ളവരായിരിക്കണം എന്ന ഒരു തീരുമാനമെടുത്തു. അങ്ങനെ മെത്തഡിസ്റ്റ് സഭയും, ശ്രദ്ധിക്കണം, മെത്തഡിസ്റ്റ് സഭ അമേരിക്കയിലുള്ള ആ ഒരു സമൂഹമാണ് മെത്തഡിസ്റ്റ് സഭ. മെത്തഡിസ്റ്റ് സഭയും ആംഗ്ലിക്കൻ സഭയും സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് SIUC, ഇന്നും വടക്കേ തെക്കൻ കേരളത്തിൽ ഞങ്ങൾ ചെല്ലാമെങ്കിൽ SIUC എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന CSയുടെ കീഴിലുള്ള സഭകളെ കാണാം. അവര് ഈ SIUC എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ കോൺഗ്രിഗേഷണൽ ചർച്ചും LMSോടെ ചേർന്നുണ്ടായ ഒരു ഗ്രൂപ്പാണ് സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച്. അപ്പൊ അവര് 3 കൂട്ടരും ചേർന്ന് ഒരൈക്യസഭ രൂപീകരിച്ചു. അങ്ങനെ പലരും ഇതിന് പിന്നിൽ അധ്വാനിച്ചെങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട പുള്ളി എന്ന് പറയുന്നത് ഡോണക്കിലുള്ള ബിഷപ്പായിരുന്ന VS അസരിയ എന്ന് പറയുന്ന ഒരു ബിഷപ്പായിരുന്നു. സഭാ യോജിപ്പിന് ആക്കം കൂട്ടിയത് ഇന്ത്യ വിദേശ മേധാവിത്വത്തിൽ നിന്ന് സ്വതന്ത്രയാകുമ്പോൾ സഭയും അതിന്റെ വിദേശ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രയാകണം എന്നുള്ള ചിന്തയായിരുന്നു പറയാം. ഐക്യസഭ രൂപമെടുത്ത തിടുക്കത്തിലായിരുന്നെന്നും ആംഗ്ലിക്കൻ സഭയ്ക്ക് അടിയറ വെക്കുകയായിരുന്നെന്നും വാദിക്കുന്നവരുണ്ട്. ശരിയാണ്. നിങ്ങൾ ഇന്ന് CSI സഭയെ നോക്കി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ സ്വാധീനപ്പെടുത്തിയിരിക്കുന്നത് ആംഗ്ലിക്കൻ ബിഷപ്പാണ്. കാന്റർബറി ആർച്ച് ബിഷപ്പ് കേട്ടിട്ടുണ്ടോ? ആംഗ്ലിക്കൻ സഭയുടെ തലവൻ എന്ന് പറയുന്നത് ആരാണ്? കാന്റർബറി ആർച്ച് ബിഷപ്പ്. അപ്പം ഈ ഐക്യപ്പെട്ട CS സഭ എല്ലാവരുടെ വന്നിട്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്ന പല മിഷണറി മൂവ്മെന്റ് ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ സഭയുണ്ടായിരുന്നെങ്കിലും ഈ ഉണ്ടാക്കപ്പെട്ട സഭാ സമൂഹം കാന്റർബറി ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ആംഗ്ലിക്കൻ സഭാ തലവന് കീഴ്പ്പെട്ടു എന്ന് വാദിക്കുന്നവരും ഉണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഐക്യസഭ പൂർണ്ണ ഐക്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അഭിപ്രായമുണ്ട്. കാരണം തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് ചർച്ച്, നിങ്ങൾക്കറിയാം, നിങ്ങള് പാളയത്തുനിന്ന് PMGയിലേക്ക് വരുമ്പോ പാളയത്തു നിന്ന് PMGയിലേക്ക് വരുമ്പോ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ സെന്റിനറി ചർച്ച് എന്ന് പറയുന്ന ഒരു
ചർച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ഇപ്പോഴും CSIയുടെ കീഴിലാണെന്ന് പറയുന്നെങ്കിലും അത്തരം സഭകൾ ഈ ഐക്യ സമൂഹത്തിൽ നിന്ന് വിട്ടുനിന്നു. അവര് യോജിപ്പിതാണ് വിഭജനത്തിൽ കലാശിച്ചു എന്ന് പറയാൻ തെറ്റില്ല. അങ്ങനെ ഐക്യസഭയെ പൊതുവായി വീക്ഷിക്കുമ്പോൾ 1947 വിവിധ സമാസമൂഹങ്ങൾ തമ്മിൽ പരിപൂർണ യോജിപ്പിലെത്തി ഐക്യപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതൊരു ശരിയാണ്. അങ്ങനെയാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം ചേർന്നാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. എന്നാൽ ചില സഭകളൊക്കെ ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് തെക്കൻ കേരളത്തിലെ പല സഭകളും നമുക്ക് കാണാം. ഇതേ സമയം നോർത്ത് ഇന്ത്യയിലുമുള്ള മിഷന്മാർ പോയപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഒരു സഭ ഉണ്ടാക്കാതെ ഒന്നിച്ച് നിൽക്കാതെ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായ പോലെ സഭാ യോജിപ്പിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ വടക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ വിവിധ സഭകളുടെ ചർച്ചകളുടെ ഫലമായി പ്രെസ്ബിറ്റേറിയൻ സഭകളും അത് അമേരിക്കൻ ബേസ് ഉള്ള ചർച്ചസ് ആണ്. പ്രെസ്ബിറ്റേറിയൻ ചർച്ചസും കോൺഗ്രിഗേഷണൽ അംഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അടങ്ങുന്ന ഏതാണ്ട് 11 മിഷനുകൾ ചേർന്ന് 1924 യുണൈറ്റഡ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്നൊരു പ്രസ്ഥാന രൂപം കൊണ്ടു. 1929 മുതൽ വീണ്ടും സഭ ഐക്യ ചർച്ചകൾ സജീവമായി. പല വട്ടമേശ സമ്മേളനങ്ങളും നടന്നു, കമ്മിറ്റി മീറ്റുകൾ നടന്നു. 1947 CSIയുടെ രൂപീകരണത്തിന് ശേഷം 1951 വീണ്ടും വടക്കേ ഇന്ത്യയിൽ ഐക്യസഭാ രൂപീകരണത്തിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ മെത്തഡിസ്റ്റ് സഭകള്, ബാപ്റ്റിസ്റ്റ് സഭകള്, ബ്രദറൻ സഭകള് എല്ലാം അതിന്റെ കൂടെ ചേർന്നു. 1970 നമ്മൾ കേരളത്തിലുള്ള ബാപ്റ്റിസ്റ്റ് സഭകളിൽ പലതും നോർത്ത് ഇന്ത്യ ഉള്ളായിരുന്ന ബാപ്റ്റിസ്റ്റ് മിഷൻകാർ ആരംഭിച്ചാണ്. പ്രത്യേകിച്ച് ഈ മംഗലാപുരം, ബോംബെ എന്നീ സ്ഥലങ്ങളിലുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചുകളും ആരുടെ കൂടെ വന്നു? ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ 1970 രൂപം കണ്ട. അങ്ങനെ 1970 ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ രൂപം കൊണ്ട് തെക്കേ ഇന്ത്യയിലെ ഐക്യസഭയ്ക്ക് കീറാമുട്ടിയായിരുന്നത് സ്നാന സംബന്ധമായ വിഷയങ്ങളായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പ്രശ്നമായത് സ്നാന സംബന്ധമായ തെക്കേ ഇന്ത്യയിൽ എപ്പിസ്കോപ്പൽ സംബന്ധമായ വിഷയങ്ങളാണ് ചർച്ചിന് കീറാമുട്ടിയായിരുന്നെങ്കിൽ വടക്കേ ഇന്ത്യയിൽ സ്നാന സംബന്ധമായ വിഷയമായിരുന്നു. കാരണം ബാപ്റ്റിസ്റ്റുകാര് വിശ്വാസ മൊഴികൾ സ്നാനം സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഐക്യസഭയിൽ ഭൂരിഭാഗം വരുന്ന ബാപ്റ്റിസ്റ്റ് ബ്രദർ വിഭാഗങ്ങൾ വിശ്വാസ സ്നാനം എന്ന ഉപദേശം പഠിപ്പിക്കുമ്പോൾ ഇതര സഭകൾ ശിശുസ്നാനം നൽകുന്നവയായിരുന്നു. എന്നാൽ ഐക്യസഭയിൽ സ്നാനാർത്ഥിയുടെ സ്ഥാനം, ഇതാണ് ഭയങ്കര രസം. അങ്ങനെ വന്നപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ശിശു സ്നാനം വേണോ മുതൽ സ്നാനം വേണോ എന്ന് തീരുമാനിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വന്നു. ശിശു സ്നാനം പെടുത്തുന്നു എന്ന് പറയുന്നവർ ആ വ്യക്തിയോട് ചോദിക്കാൻ പറ്റും, ഒരു ശിശുവിനോട് ചോദിക്കാൻ പറ്റും, നിനക്ക് മുതിർന്ന സ്നാനം വേണോ ശിശുവാനം വേണോ? അപ്പൊ സ്വാഭാവികമായിട്ട് പ്രശ്നമായി. അപ്പോൾ ആ വീട്ടിലെ അപ്പനും അമ്മയും തീരുമാനിക്കുന്ന നിലയിലേക്ക് വന്നു. ഈ അടുത്ത സമയത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് കേരള ഡയോസിസിലും പഴയ ഗ്ലാഡ്സ്റ്റൺ തിരുമേനി ഇരിക്കുന്ന കാലത്ത് അവര് ഒരു സർക്കുലർ ഇറക്കി, നിങ്ങൾ അവിടുത്തെ CSIയിലെ പല സഭകളിൽപ്പെട്ട പല വിശ്വാസികളും ഈ പെന്തക്കോസ്ത് സഭകളുടെ ഉപദേശവും പഠിപ്പിക്കലും കൊണ്ട് ആളുകൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു വന്നപ്പോൾ അത് പ്രശ്നമായി. എന്നിട്ട് അവർ പള്ളി വിട്ടു പോകുന്നില്ല. അവിടെ അങ്ങനെയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ CSIക്കാരൻ അച്ഛനുണ്ട്, എൻ്റെ കൂടെ സെമിനാരി ഞങ്ങൾ ഒരേ സെമിനാരി പഠിച്ച്, വിനോദ് വിക്ടർ എന്ന് പറയും. വിനോദ് വിക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞ്, എന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്. അച്ഛാ, നിങ്ങൾ ഇനി തെക്കൻ കേരളത്തിലോട്ട് പോവാ, ഞങ്ങളുടെ വിശ്വാസികളൊക്കെ രാവിലെ 8 മണിക്ക് പള്ളിയിൽ പോവും, 10 മണിക്ക് ആരാധനയ്ക്ക് പോവും. 8 മണിക്ക് പള്ളിയിൽ പോവും, 10 മണിക്ക് ആരാധനയ്ക്ക് പോകും. ഞാൻ ചോദിച്ചു, അച്ഛൻ എനിക്ക് മനസ്സിലായില്ല, എന്താ പറയുന്നത്? അച്ഛനോട് പറഞ്ഞത് രാവിലെ 8 മണിക്ക് അവര് CSI ചർച്ചിൽ പോകും. എന്തിന്? അവിടുത്തെ ചടങ്ങെല്ലാം സംബന്ധിക്കാൻ. എന്നിട്ട് 10 മണിയാകുമ്പം അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ പോവും, പെന്തക്കോസ്ത് പള്ളിയിൽ പോവും. അങ്ങനെ ഒത്തിരിയും വിശ്വാസികൾ തെക്കൻ കേരളത്തിലെ CSI ചർച്ചകളിലുണ്ട്. ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം പെന്തക്കോസ്തുകാരുടെ കൂടും കല്യാണവും സ്നാന ശുശ്രൂഷയും അതുപോലെ തന്നെ ശവടക്ക ശുശ്രൂഷയും CSI ചർച്ചിൽ. ഇങ്ങനെയുള്ള കുറെ വിശ്വാസികളുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ CSIയിലെ ചില അംഗങ്ങളും ആളുകൾ രണ്ടാമത് വിശ്വാസ സ്നാനം സ്വീകരിച്ചപ്പോൾ അത് പാടില്ല. അതുകൊണ്ട് അവരൊരു സർക്കിൾ ഇറക്കി. എനിക്കൊന്ന് ഗ്ലാഡ്സ്റ്റൺ തിരുമേനി ഇരിക്കുമ്പോഴാന്ന് തോന്നുന്നു. ഇറക്കിയിട്ട് പറഞ്ഞു, നമ്മുടെ സഭാവിശ്വാസികൾ 2 സ്നാനം കൂടെ എടുക്കണ്ട, ഒന്നുകിൽ ശിശുക്കളെ സ്നാനപ്പെടുത്താം, അതല്ലെങ്കിൽ ശിശു ആയിരിക്കുമ്പോൾ നിങ്ങൾ സ്നാനപ്പെടുത്തുന്നില്ലെങ്കിൽ മുതിർന്ന ശേഷം സ്നാനപ്പെടുത്താം. ഈ 2 കൂടെ വേണ്ടാന്നൊരു സർക്കിൾ ഇറക്കി. എന്തായാലും ചുരുക്കത്തിൽ അതൊരു കീറാമുട്ടിയാണെങ്കിലും നോർത്ത് ഇന്ത്യൻ സഭയിൽ ബാപ്റ്റിസ്റ്റ് ബ്രദർ സമൂഹങ്ങളും CNAയുടെ കൂടെ ചേർന്നപ്പോൾ അങ്ങനെ സ്നാനാർത്ഥിയുടെ ഇഷ്ടാനുസരണം വിശ്വാസ സ്നാനമോ ശിശുസ്നാനമോ നൽകാം എന്ന വ്യവസ്ഥയിൽ ഒരു യോജിപ്പിലെത്തി. ഇന്ത്യയിൽ പരീക്ഷിച്ച് വിജയം കണ്ട ഈ സഭാ ഐക്യ മാതൃക സഭാ യൂണിയന് ഒരു കാരണമായി.
ആഗോള സഭ ഈ മാതൃക പിന്തുടർന്ന് പല സ്ഥലങ്ങളിലും യോജിപ്പിനുള്ള പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവൻ ലാറ്റിൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കത്തോലിക്ക സഭയും പെന്തക്കോസ്തുകാരും കൂടെ ഡയലോഗ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? കത്തോലിക്ക സഭയും പെന്തക്കോസ്ത് സഭയും. ഇപ്പോൾ ഐക്യസഭ എന്നതിനേക്കാൾ മറ്റു പല മാതൃകകളും പരീക്ഷിക്കുന്നുണ്ട്. ഐക്യസഭയുടെ രൂപീകരണത്തോടുകൂടി യോജിപ്പ് പൂർണ്ണമായൊന്നും കരുതേണ്ടതില്ല. എന്നാൽ ചില സഭ ഐക്യത്തിന്റെ പടികൾ നമുക്ക് കാണാൻ കഴിയും. എനിഹാവും കേരളത്തിൽ അതിൻ്റെതായ ഒരു 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 പ്രത്യേകത അക്കാഡമിക് ലെവലിൽ ഉണ്ടായിട്ടുണ്ട്. അക്കാഡമിക് ലെവലിൽ അപ്പം അതുപോലെ ചില ചർച്ചകൾ, ഇപ്പം CSI ചർച്ചും മാർത്തോമാ ചർച്ചും തമ്മിൽ ഒരു ഐക്യതയുടെ രീതിയിൽ ചില ചർച്ചകളും സമ്മേളനങ്ങളും നടന്നിട്ടുണ്ട്, ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെ 5 സമ്മേളനങ്ങൾ നടന്നു. അതുകൂടാതെ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും വൈദ്യ വിദ്യാഭ്യാസ രംഗത്ത് ബിരുദം നൽകുന്നതിന് വേണ്ടി ബിരുദാനന്തരവും നൽകുന്നതിന് വേണ്ടി FFRRC, അതായത് ഫെഡറേറ്റഡ് ഫാക്കൽറ്റി ഫോർ റിസർച്ച് ഇൻ റിലിജിയൻ ആൻഡ് കൾച്ചർ എന്നുള്ള ഒരു പേരിൽ, നിങ്ങൾക്കറിയാം കോട്ടയം തിയോളജിക്കൽ അല്ലെങ്കിൽ കോട്ടയത്തെ പരപ്പിലുള്ള ഓർത്തഡോക്സ് സെമിനാരിയും അതുപോലെ തന്നെ കോട്ടയം ടൗണിലുള്ള മാർത്തോമാ സെമിനാരിയും തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയുള്ള CSI സെമിനാരിയുടെ ചേർന്ന ഒരു 3 സെമിനാരികൾ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ഫെഡറേറ്റഡ് ഫാക്കൽറ്റി, നമ്മൾ ബന്ധക്കോസ്തരായ ആളുകളും ഈ FFRRCയിൽ MDH ചെയ്യാറുണ്ട്. BDക്ക് നമ്മുടെ കോളേജിൽ പോയാലും MDH ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ MDH ചെയ്യുമ്പോൾ മണക്കാലല്ല ചെയ്തെങ്കിലും 1-2 പേപ്പർ ചെയ്യാൻ കോട്ടയത്ത് ഈ ഫെഡറേറ്റഡ് ഫാക്കൽറ്റിയുടെ കീഴിൽ പോയ 1-2 പേപ്പർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞനുസാരം വൈദിക വിദ്യാഭ്യാസ രംഗത്തും ചർച്ചകൾ നടക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കപ്പെടുകയുണ്ട്. അങ്ങനെ ഇന്നും സഭാ ഐക്യത്തെക്കുറിച്ച് ആളുകൾ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, യൂറോപ്പിലെ അമേരിക്കയിലെയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും കത്തോലിക്ക വിഭാഗങ്ങളും ഐക്യപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി യോജിപ്പിലെത്തിയിട്ടില്ല. ഇന്ന് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികൾ എത്ര കൂട്ടരുണ്ട്, ഏതാണ് ശരിയെന്ന് ചോദിക്കുന്ന ഒരു തലയിൽ വന്നിട്ട് എങ്കിലും വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകമാണ് ശരിയെന്നും നിത്യാവിശ്വാസ പ്രമാണം ഒരു പരിധിവരെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് സ്നാനത്തെക്കുറിച്ചൊരു വിയോജിപ്പുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങൾ യോജിപ്പുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ യോജിക്കാത്തത് ഈ സ്നാന വിഷയത്തിലും എപ്പിസ്കോപ്പസിയുടെ വിഷയത്തിലുമാണ്. ഈ 2 കാര്യങ്ങളിലാണ് പെന്തക്കോസ്ത് സമൂഹങ്ങൾക്ക് ഒരു പക്ഷേ യോജിപ്പിലെത്താൻ കഴിയാതെ ഐക്യപ്പെടുവാൻ കഴിയാത്ത തലം വരുന്നത്. പിന്നെ ഇവിടുത്തെ പട്ടത്ത് സഭകളുടെ ഈ ചില വിഗ്രഹാരാധനയും പ്രതിമകളോടുള്ള വണക്കവും കുരിശുവന്ദനവും ഇതൊക്കെ അപ്പൊ ഈ മേഖലകളൊക്കെ നിൽക്കുന്ന കാലത്തോളം പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കോ ബാപ്റ്റിസ്റ്റ് സമൂഹങ്ങൾക്കോ മറ്റുള്ള ഐക്യ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചു പോകാൻ കഴിയാത്തൊരു നില ഇന്നും ഉണ്ട്. ഓക്കെ, അതോടുകൂടി സഭ ഐക്യ പ്രസ്ഥാനങ്ങൾ ഞാൻ നിർത്തുകയാണ്. പ്രധാനമായും നിങ്ങൾ വായിക്കാൻ കഴിയുന്നവർ CSI CNA മുതലായ സഭകളെക്കുറിച്ചും അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴത്തിലുള്ള ആശയങ്ങൾ കിട്ടും. അടുത്ത അവസാനത്തെ അധ്യായത്തിലേക്ക് വരികയാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന CMS സഹായ മിഷന്റെ പ്രവർത്തന ഫലമായി കേരളത്തിലെ സുറിയാനിക്കാരുടെ ഇടയിൽ നവീകരണമുണ്ടായി എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അങ്ങനെ മാതൃസഭ വിട്ട് നവീകരണമുണ്ടായ കൂട്ടരെല്ലാം കൂടെ മാറി രൂപീകരിച്ച സഭയാണ് മാർത്തോമാ സഭ എന്നും നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ കണ്ടു. മാർത്തോമാ ഇവാഞ്ചലിക്കൽ അസോസിയേഷന്റെ പ്രവർത്തന ഫലമായി സുവിശേഷ പ്രസംഗങ്ങൾ നടത്തപ്പെടുകയും നവീകരണ ആശയങ്ങൾ വചനാധിഷ്ഠിതമെന്ന് ബോധ്യമായ അനേകർ തങ്ങളുടെ മാതൃസഭയായ യാക്കോബ സഭ വിട്ട് മാർത്തോമാ സഭയിലെ അംഗങ്ങളായി ചെയ്തു. മാർത്തോമാ സഭയിലെ ചരിത്രകാരനായ KK കുരുവിള, പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് മാർത്തോമാ സഭയിൽപ്പെട്ട ആളാണ്. KK കുരുവിള പറഞ്ഞത് മാർത്തോമാ സഭ ഉത്ഭവിക്കുകയും വളരുകയും ചെയ്തത് അന്നുണ്ടായിക്കൊണ്ടിരുന്ന ഉണർവിലൂടെയായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ 3 പ്രധാന ഉണർവുകൾ തെക്കേ ഇന്ത്യയിലുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ 2-ാം പാദത്തിൽ 3 പ്രധാന ഉണർവുകൾ തെക്കേ ഇന്ത്യയിലുണ്ടായി. അതിൽ ആദ്യത്തേത് തമിഴ്നാട്ടുകാരനായ അരളപ്പനും തുടർന്ന് തൻ്റെ ശിഷ്യനായ VD ഡേവിഡ് ഉദ്ദേശിയും, തമിഴ് ഡേവിഡ് എന്നറിയപ്പെടുന്നു, പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ വന്ന ആളാണ് മോശവത്സലം ശാസ്ത്രിയാർ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മോശ എന്ന് പറഞ്ഞ പാസ്റ്ററുടെ കൈവെപ്പിലാണ് K. എബ്രഹാം സാർ അഭിഷേകം പ്രാപിച്ചത്. അപ്പൊ മോശവത്സലം ശാസ്ത്രിയാർ വാർഡ് വർത്ത് മുതലായ ഒരു ഉണർവെന്നിട്ട് കേരളീയർക്ക് സുപരിചിതമാണ്. തുടർന്ന് വിദ്വാൻ കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസ്റ്റോസ് ജോസഫ്, പക്ഷെ അവരുടെ പ്രസ്ഥാനം തകർന്നു പോയി നിങ്ങൾക്കറിയാം. അവരെയാണ് ഇന്ന് അഞ്ചൽക്കാരെന്ന് അറിയപ്പെടുന്നത്.
സാധു കൊച്ചുനിവേശി മഹാവ് കെ.വി. സൈമൺ. സാധു കൊച്ചുനിവേശി മർത്തമാ സഭയിൽ തന്നെ നിന്ന ഒരാളാണ്. പക്ഷേ കെ.വി. സൈമൺ ബാപ്റ്റിസ്റ്റ് സമൂഹങ്ങളിലേക്ക് വന്നു. ഇവരൊക്കെ ഉണർവ് യോഗങ്ങൾ നടത്തി, സുവിശേഷ പ്രസംഗങ്ങൾ നടത്തി, കേരള ജനതയ്ക്ക് വിശുദ്ധ വേദപുസ്തകത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും വചനവിരുദ്ധമായി അന്ന് നിലവിലിരുന്ന ഉപദേശാചാരങ്ങളെ വിട്ട് വചനാധിഷ്ഠിതമായി കൂടി വരുന്ന സഭകൾ രൂപീകരിക്കുന്നതിനിടയാക്കി. ഇങ്ങനെ കേരളക്കരയിൽ നവീകരണ ദൂത് മുഴങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വിദേശ മിഷണറിമാർ കേരളത്തിലുമെത്തി. ഇങ്ങനെ കേരളത്തിൽ ഒരു നവീകരണത്തിന്റെ ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ 1850 മുതൽ 1900 വരെയുള്ള ആ 50 വർഷക്കാലം ഇങ്ങനെ ഉണർവിന്റെ ഒരു ജ്വാല കേരളത്തിൽ അടിച്ചു വീശുക. നിങ്ങൾക്കറിയാം, മാർത്തോമാ സഭയുടെ വിശാലമായ വളർച്ചയുടെ കാലമാണ്. സുവിശേഷങ്ങൾ വ്യാപകമായി പ്രസംഗിക്കാൻ തുടങ്ങി, തെരുവുകളിൽ കൺവെൻഷനുകൾ നടത്താൻ തുടങ്ങി. ഇങ്ങനെ വ്യാപകമായി സഭകളിൽ ഉണർവുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റിലെ ഉണർവ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, അസൂസ സ്ട്രീറ്റിലെ ഉണർവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1900 ഡിസംബർ മാസം 31-ാം തീയതി അമേരിക്കയിലുള്ള മേരി ആഗ്നസ് എന്ന് പറയുന്ന ഒരു സഹോദരി ബെതേ ബൈബിൾ സ്കൂളിൽ അവർ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. അവരാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1901 ജനുവരി മാസം 1-ാം തീയതി, അതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ആദ്യമായിട്ട് അവർ അഭിഷേകം പ്രാപിച്ചു. അതിനെ തുടർന്ന് അവിടെയുള്ള പലരും അഭിഷേകം പ്രാപിച്ചു. അതേസമയം ആ സ്കൂൾ അടച്ചുപൂട്ടിയിട്ട് അവര് സുവിശേഷകരായി അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ച് അനേകരോട് സുവിശേഷം പറഞ്ഞു, അനേകർ അഭിഷേകം പ്രാപിച്ചു. അതിനെ തുടർന്ന് 1905 വന്നപ്പോഴേക്കും സെയ്മോർ എന്ന് പറയുന്ന ആൾ അസൂസ സ്ട്രീറ്റ് 312 ഒരു കൂടുവരവ് ആരംഭിച്ചു. അവിടെ അനേകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചു, ആത്മീയ ശുശ്രൂഷകൾ സംബന്ധിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 1901 ഉണർവ് പോലെ, 1901 അമേരിക്കയിലുണ്ട് ഉണർവ് പോലെ ഇന്ത്യയിലും അതിന് തുല്യമായൊരു ഉണർവുണ്ടായി. നിങ്ങൾക്കറിയാവുന്ന പോലെ പൂനെയിലെ മുക്തി മിഷൻ പണ്ഡിത രമാഭായിയുടെ സമൂഹത്തിൽ അവിടെ തീയിറങ്ങി, അഭിഷേകം വ്യാപരിച്ചു. ഒരു കൊച്ച് ആത്മാവിൽ ഇങ്ങനെ ജ്വലിക്കുമ്പോൾ വേറൊരു കൊച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് തീ കത്തുന്നതാണ് കണ്ടത്. ആ കൊച്ചു പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ദേഹത്ത് ഒഴിച്ചു എന്നാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആത്മാഭിഷേകം എന്ന ഒരാൾ നിന്ന് കത്തുന്നത് പോലെയാണ് അടുത്ത് നിന്ന ആളിന് തോന്നിയത്. അങ്ങനെ തെക്കേന്ത്യയിലും ആ ഉണർവ് ഇതൊക്കെ ഒരു പ്രതിഭാസമായി. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ വലിയ ആത്മീയ ഉണർവിലേക്കും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലേക്കും മൂവ്മെന്റിലേക്കും ഇത് വഴിതെളിച്ചു എന്ന് പറയുന്നതാണ് സത്യം. ഇന്ത്യയിൽ ആദ്യമായി പെന്തക്കോസ്റ്റിന്റെ ദൂത് പ്രസംഗിക്കുവാൻ അസൂസ സ്ട്രീറ്റിലെ ഉണർവും അതുപോലെ തന്നെ യൂറോപ്പിലെ ഉണർവും വെയിൽസിലുണ്ടായ ഉണർവ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ ഉണർവുകളുമായി അനേക മിഷന്മാർ 3-ാം ലോക രാജ്യങ്ങളിലേക്ക് വന്നു. അങ്ങനെ 1901 തുടങ്ങിയ ആ മൂവ്മെന്റിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശ മിഷന്റെ ആയിരുന്നു ജോർജ് ബർഗ്. അസംബ്ലീസ് എപ്പോഴും ബർജ് സാഹിബ് എന്ന് പറയുന്ന ഒരാളിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തൃക്കണമംഗലുള്ള ബ്രദറൻ സഭയുടെ കൺവെൻഷനിൽ 1908 അദ്ദേഹം പ്രസംഗിക്കാൻ വന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, കൊട്ടാരക്കര തൃക്കണമംഗൽ ബ്രദറൻ സഭകളുണ്ട്. അവിടുത്തെ സഭയിൽ ഈ ബർഗസ് പ്രസംഗിക്കാൻ വന്നു. 1909 1908 പ്രസംഗനായിരുന്ന ബർഗ് 1909 അയാൾ അമേരിക്ക പോയിട്ട് അയാൾ തിരിച്ചു പോയിട്ട് ആത്മാഭിഷേകം വായിച്ച് തിരിച്ചു വന്ന് 1909 പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചിട്ട് തിരിച്ചു വന്ന് ഈ തൃക്കണമംഗൽ കൺവെൻഷനിൽ ബ്രദർ മിഷനുമായി ഉപദേശ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. തുടർന്ന് അദ്ദേഹത്തിന് ഈ തൃക്കണമംഗലുള്ള ബ്രദറൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ കഴിയാതെ അടൂർ, കൊട്ടാരക്കര പ്രദേശങ്ങളിൽ സ്വതന്ത്രമായി അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. ബർഗിന്റെ പ്രസംഗങ്ങളിൽ അനേകർ ആകൃഷ്ടരായി, പലരും മുന്നോട്ട് വന്നു. 1912 കാലിഫോർണിയയിലെ ജോർജ് ചോഞ്ചേഴ്സിൽ പെന്തക്കോസ്റ്റ് ക്യാമ്പ് മീറ്റിൽ പങ്കെടുക്കുന്നതിന് മറങ്ങിപ്പോയ ബർഗ് 1913 റോബർട്ട് എഫ് കുക്ക് പറയുന്ന മിഷനുമായി ചർച്ച് ബോർഡിന്റെ പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം, ചർച്ച് ബോർഡുകാർ എപ്പോഴും പറയുന്ന ഒരു പേരാണ് കുക്ക് സാഹിബ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുക്ക് സാഹിബിന്റെ 50 വർഷത്തെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ, അത് എവിടുന്നെങ്കിലും കിട്ടുന്നെങ്കിൽ എടുത്ത് വായിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെ റോബർട്ട് കുക്ക് എന്ന മിഷനുമായി ഇന്ത്യയെ തിരിച്ചു വന്നു. അങ്ങനെ കുക്കും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തി. ഈ സന്ദർഭത്തിൽ അടൂരിനടുത്ത്, അതാണ് അടൂരുള്ള ചർച്ചക്കോടിന്റെ ചർച്ച് പുരാതന ചർച്ച അറിയപ്പെടുന്നത്. അടൂരിനടുത്ത് തുവയൂരിൽ പരുത്തിപ്പാറ ഉമ്മന്റെ ചുമതലയിൽ ഒരു കൂട്ടായ്മ വള്ളിവിള ഗീവർഗീസ് തോമസിന്റെ ഭവനത്തിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നു. ജോർജ് ബർഗിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായ ആ സഭ പെന്തക്കോസ്ത് അനുഭവം പ്രാപിക്കുകയും അതിന്റെ സമീപപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഫലമായി കുക്ക് വരുമ്പോഴേക്കും 63 പേർ വിശ്വാസസ്നാനം സ്വീകരിക്കുന്നതിന് തയ്യാറായിരുന്നു.
അങ്ങനെ ആദ്യമായി രൂപം പ്രാപിച്ച പെന്തക്കോസ്ത് സഭ തുവയൂരിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1914 അമേരിക്കയിൽ അസംബ്ലീസ് ഓഫ് എന്ന പ്രസ്ഥാനമാണ് അമേരിക്കയിൽ ആദ്യമായി രൂപം കൊണ്ട പെന്തക്കോസ്ത് പ്രസ്ഥാനം. 1914 അസംബ്ലീസ് ഓഫ് പ്രസ്ഥാനം അമേരിക്കയിൽ രൂപം കൊണ്ടു. അതിന്റെ ഔദ്യോഗിക മിഷന്റെയായി മിസ്സിസ് മേരി ചാപ്മാൻ ഇന്ത്യയിലേക്ക് വന്നു. 1916 അവർ മദ്രാസിൽ വരികയും 1921 തിരുവനന്തപുരത്ത് താമസമാക്കിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇവരെ കൂടാതെ മിസ് ബൗൺസിൻ, മിസ് ആൽഡി വിങ്കിൾ എന്നീ ബ്രദറൻ മിഷന്റെമാരും 1908 തോമസ് ബാരറ്റിന്റെ ശുശ്രൂഷകളിൽ ആത്മാവിഷയം പ്രാപിക്കുകയും തുടർന്ന് കേരളക്കരയിൽ വന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രദറൻ മിഷന്മാർ അഭിഷേകം പ്രാപിച്ചിട്ട് അവർ പിന്നീട് കേരളത്തിൽ വന്നു. ബൗൺസിൽ 1914 തഞ്ചാവൂരിനടുത്ത് പരലോക പ്രാപ്തിയാകുകയും ബൗൺസിൽ എന്ന് പറയുന്ന ആ സുവിശേഷക 1914 തഞ്ചാവൂരിൽ പരലോക പ്രാപ്തിയാകുകയും ആൽഡി വിങ്കിൾ എന്ന ഒരു പ്രത്യേക ദർശനത്താൽ നയിക്കപ്പെട്ട് ആൽഡി വിങ്കിൾ ഒരു പ്രത്യേക ദർശനത്താൽ നയിക്കപ്പെട്ട് തെക്കൻ തിരുവിതാംകൂറിൽ പരിണയം എന്ന സ്ഥലത്ത് ആയിടങ്ങളിൽ വചനപ്രകാരമല്ലാത്ത സഭാനടകളെ വിമർശിച്ചതിന് പുറത്താക്കപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യ എന്ന് പറയുന്ന ആളിനെ കണ്ടു. ഈ ആൽഡി വിങ്കിൾ എന്ന് പറയുന്ന ആൾ, അതായത് തഞ്ചാവൂരിൽ വെച്ച് ബൗൺസിന് പറഞ്ഞ ശേഷം ആൽഡി വിങ്കിൾ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രവർത്തനം നടത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഭകളിൽ നിലനിൽക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് മനുഷ്യ ഉപദേശ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹമായിട്ട് ഒന്നിച്ചു ചേർന്ന് തെക്കൻ കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിൽ ഏതാണ്ട് 1920-കളിൽ കേരളത്തിൽ വിശാലമായ വർക്ക് തുടങ്ങി. അങ്ങനെ കുക്ക്, ആൽഡി വിങ്കിൾ, മേരി ചാപ്മൻ എന്നീ പെന്തക്കോസ്ത് മിഷനുമാർ കേരളത്തിൽ അവിടെ ഇവർ 3 പേരുമാണ് സത്യത്തിൽ പിൽക്കാലത്ത് കേരളത്തെ ഇളക്കി മറിച്ച പെന്തക്കോസ്ത് മൂവ്മെന്റിന്റെ തുടക്കത്തിൽ സഞ്ചരിച്ച് കർത്താവിന് വേല ചെയ്ത്. അവരോടൊപ്പം പിന്നെ സ്വദേശീയരായ ചില ആളുകൾ, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യ ഉപദേശി, ഉമ്മൻ മാമൻ, പന്തളം മത്തായി ഉപദേശി, ആരുടെ പേര് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം. പന്തളം മത്തായി ഉപദേശിയുടെ ചർച്ച ഇപ്പോഴും ഉണ്ടല്ലോ. പന്തളം മത്തായി ഉപദേശി ഇവരെല്ലാം ആ കാലത്ത് അറിയപ്പെടുന്ന പ്രസംഗകരായി. ഈ കാലഘട്ടത്തിലാണ് കൊച്ചുകുന്ന് ഉപദേശിയുടെ പ്രസംഗങ്ങളിൽ വെച്ച് 1914 പെണ്ണുക്കരയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സുവിശേഷയ്ക്കായി സമർപ്പിച്ച KV സൈമണിൽ നിന്നും സ്നാനോപദേശങ്ങൾ ഗ്രഹിച്ച് വിശ്വാസസ്നാനം സ്വീകരിക്കുകയും പിൽക്കാലത്ത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് വിലപ്പെട്ട സംഭാവന നൽകുകയും ചെയ്ത K. എബ്രഹാം മാമൻ ഉപദേശി നടത്തിയ പരസ്യയോഗത്തിൽ സംബന്ധിക്കാനിടയായി. നിങ്ങളെ പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി എന്ന് മർത്തോമക്കാർ പറയുന്ന അഭിഷേകം പ്രാപിച്ച ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ മർത്തോമ സഭ വിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു പാസ്റ്റർ K. എബ്രഹാം ഇന്ത്യയിലെ IPC പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നടത്ത ICP പ്രസ്ഥാനത്തെ സ്ഥാപിച്ച പാസ്റ്റർ K. എബ്രഹാം മാമൻ ഉപദേശിയുടെ പരസ്യയോഗത്തെ സംബന്ധിച്ചോടെ മാമൻ ഉപദേശി അന്യഭാഷ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ദൈവ തേജസ് ഇത് ബ്രദറൻകാർ തന്നെ മനസ്സിലാക്കിയതുപോലുള്ള സാത്താന്യമല്ലെന്നും ബ്രദറൻകാർ അന്ന് ഇത് സാത്താന്യമാണെന്ന് പറഞ്ഞു. എന്നാൽ പുഞ്ചമണ്ണിൽ മാമൻ ഉദ്ദേശി അന്യഭാഷ പറയുന്നത് കണ്ട K. എബ്രഹാം സാർ, IPCയുടെ തലതൊട്ടായ K. എബ്രഹാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വത്സൻ അബ്രഹാമിന്റെ അപ്പനായ TS എബ്രഹാമിന്റെ അപ്പൻ K. എബ്രഹാം. ഓക്കെ, K. എബ്രഹാം ഇത് മനസ്സിലാക്കി ഇത് ദൈവാത്മാവാണെന്നുള്ള ചിന്ത അദ്ദേഹത്തെ ഭരിക്കുവാനിടയായി. അങ്ങനെ വിശ്വാസ സ്നാനത്തിനായി കാത്തിരിക്കുന്നതിന് തന്നെ നിർബന്ധിച്ചു. പന്തളം മത്തായി ഉപദേശിയിൽ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ഗ്രഹിച്ച K. എബ്രഹാം ഒരു ഒഴിവ് സമയം തിരുവനന്തപുരത്ത് നേരത്തെ ഞാൻ പറഞ്ഞ മനുഷ്യ ഉപദേശിയുടെ വീട്ടിലേക്ക് പോയി. മനുഷ്യ ഉപദേശിന്റെ ഭയങ്കരനായിരുന്നു. ഒരാളിന്റെ കിണറ്റിൽ കൂടുപാത്രം ഉണ്ടെന്ന് വെളിപ്പെട്ടിട്ട് കിണറ്റിൽ എടുത്തിയാടി, ഒന്ന് ആലോചിച്ച് നോക്ക്, കിണറ്റിൽ എടുത്തിയാടി കിണറ്റിൽ മുങ്ങിപ്പോയി ആ കൂടുപാത്രം എടുത്തുകൊണ്ട് കയറി വന്ന ആളാണ് ആര്? മനുഷ്യ. അത്ര ഭയങ്കര ശക്തനായിരുന്നു. ഈ മനുഷ്യ ഉപദേശിയുടെ ശുശ്രൂഷയിൽ വെച്ച് K. എബ്രഹാം എന്ത് ചെയ്തു? 1923 ഏപ്രിൽ 22-ാം തീയതി 1923 ഏപ്രിൽ 22-ാം തീയതി പരിശുദ്ധാത്മ സ്നാനം സ്ഥാപിച്ചു മടങ്ങി വരികയും പിറ്റേ വർഷം പന്തളം, വെട്ടിയാർ, ഇലന്തൂർ, മെഴുവേലി, ചെറിയനാട് എന്നീ പ്രദേശങ്ങളിൽ കൂട്ടായ്മ നടത്തി. പരിശുദ്ധ സ്നാന ലബ്ധിയിൽ താൻ ഇന്ന് വരെ ഉൾപ്പെട്ടിട്ട ബ്രദറൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. ചില നാളുകൾ മുന്നോട്ട് പോയി. തുടർന്ന് സർപ്പം അല്ലെ പാമ്പ് കടിച്ച ഒരു സ്ത്രീക്കുണ്ടായ അത്ഭുത രോഗസൗഖ്യത്തെ തുടർന്ന് പലരും പാമ്പ് കടിച്ച ഒരു സ്ത്രീ മരിച്ചുപോയി. എന്നാൽ ഈ ദേവദാസന്മാർ പോയി പ്രാർത്ഥിച്ച് അവർ ജീവനിലേക്ക് തിരിച്ചു വന്നു. അത് പലരെയും ഈ പെന്തക്കോസ്ത് അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ കാരണമായി.
1919 മുതൽ സഭയുടെ അഫിലിയേറ്റഡ് മിഷനായിരുന്ന റോബർട്ട് എഫ് കുക്കിനോടും ഔദ്യോഗിക മിഷനറിയായ ചാപ്മാനോടും ഒരുമിച്ച് ചേർന്ന് കെ എബ്രഹാം പ്രവർത്തിച്ചു. പല സഭകൾ ഉള്ളെടുത്തു. ഈ സഭകളെല്ലാം തന്നെ സ്വതന്ത്രമായും എന്നാൽ മിഷന്മാരും സ്വദേശീയരും ഒരുപോലെ ചേർന്ന് പ്രവർത്തിച്ചും പോരുകയായിരുന്നു. എന്നാൽ സഭാമന്ദിരം പണിയുന്നതിന് ചാപ്മാൻ സഹായം നൽകണമെങ്കിൽ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. റാന്നിയിൽ ആരംഭിച്ച സഭ, അവിടെ ഒരു സഭാ ഹാളിന് സ്ഥലം വാങ്ങി കെട്ടിടം പണിയാൻ, അതിനെ പണിയാൻ കാശ് കൊടുക്കണമെങ്കിൽ സഭയ്ക്കായി സംഭാവന ചെയ്യപ്പെട്ട സ്ഥലം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിഷനറി സഭയായ അമേരിക്കക്കാരന്റെ പേരിൽ എഴുതണമെന്ന് അസംബ്ലീസ് ഓഫ് പേരിൽ എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ചാപ്മാനുമായിട്ടുള്ള ബന്ധം കെ എബ്രഹാം നിർത്തൽ ചെയ്ത് കെ എബ്രഹാം കുക്കുമായി പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ കുക്കും ചാപ്മാനോട് ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചു. മേരി ചാപ്മാൻ അസംബ്ലീസ് ഓഡിന്റെ മിഷനറിയായി. അങ്ങനെ 1924 മേരി ചാമ്പാൻ ചെങ്ങന്നൂർക്കും അവിടെ നിന്ന് മാവേലിക്കരയ്ക്ക് ആസ്ഥാനം മാറ്റി. അങ്ങനെ അസംബ്ലീസ് ഓഡിന്റെ പുനലൂർ ബദേൽ ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ആ ബൈബിൾ കോളേജ് അങ്ങനെ ആദ്യമായി മാവേലിക്കരയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 1929 പൂവത്തൂരിലുണ്ടായ ഉണർവ് പെന്തക്കോസ്ത് സഭ വളർച്ചയ്ക്ക് ശക്തി പകർന്നു. ഈ ഉണർവിന് നടുനായകത്വം വെച്ചത് പാസ്റ്റർ ART അതിശയം എന്ന് പറയുന്ന ആളായിരുന്നു. അതായത് ചർച്ച് ബോർഡിന്റെ മുൻ ഓവർസിയർ ആയിരുന്ന പുള്ളിയുടെ പേര് PA വിസാമിന്റെ അപ്പനായ ART അതിശയം ആ ഉണർവിന്, അതായത് പൂവത്തൂരിലുണ്ടായ, നിങ്ങൾക്കറിയാം പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കൊട്ടാരക്കരയ്ക്കപ്പുറമാണല്ലോ, പൂവത്തൂരിലുണ്ടായ ഉണർവിന് നേതൃത്വം നൽകി എന്നത് ഓർക്കേണ്ടതാണ്. കെ എബ്രഹാം സ്ഥാപിച്ച സഭകൾ പിന്നീട് കെ എബ്രഹാം ഇൻഡിപെൻഡന്റ് ആയി, കുക്കുമായി തെറ്റി. കെ എബ്രഹാം പ്രാപിച്ച സഭകൾ തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭ എന്ന പേരിലും, ആദ്യം അത് തെക്കേ ഇന്ത്യ പെന്തക്കോസ്ത് സഭ എന്ന പേരിലും, പിന്നീട് കുക്ക് സ്ഥാപിച്ച സ്ഥലങ്ങൾ മലബാർ പൂർണ്ണ സുവിശേഷ സഭ, ഫുൾ ഗോസ്പൽ ചർച്ച് ഗോഡ് ഇൻ മലബാർ, അതാണ് കേരളത്തിലെ ചർച്ച് ഗോഡ്, മലബാർ എന്നും അറിയപ്പെട്ടു. 1926 ഈ സഭകൾ രണ്ടും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തി തീരുമാനിച്ചു. എന്നാൽ 1929 കുക്കുമായുള്ള ബന്ധം കെ എബ്രഹാം മുറിക്കുകയും അല്ലെങ്കിൽ കെ എബ്രഹാം ആ ബന്ധം വലയുകയും കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒട്ടുമിക്ക സ്വദേശീയരും കുക്കിനെ വിട്ടുമാറുകയും ചെയ്തു. അങ്ങനെ അവശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്നാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ആരോട് കൂടെ നിന്നു? കുക്ക് സാഹിബിന്റെ കൂടെ നിന്നു. അങ്ങനെ 1930 ആയപ്പോഴേക്കും 3 പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളും മറ്റു ചില സ്വതന്ത്ര സഭകളും കേരളത്തിലുള്ളെടുത്തു. നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ആദ്യം ഇവർ 3 പേരോട് ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. മേരി ചാപ്മാൻ റാന്നിയിലെ വേലയ്ക്ക് സ്ഥലം മേടിച്ച് ഹോള് വെക്കാൻ നേരത്ത് ആ സ്ഥലം അസംബ്ലീസ് ഓഡിന്റെ പേരിൽ എഴുതണമെന്നുള്ളതിന്റെ പേരിൽ കുക്ക് സാഹിബും കെ എബ്രഹാമും ചാപ്മാനുമായിട്ട് മാറി. അങ്ങനെ ചാപ്മാൻ ചെങ്ങന്നൂരിലും മാവേലിക്കലും പ്രവർത്തിച്ച് അസംബ്ലീസ് ഓഡ് പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. കുക്കും ഈ കെ എബ്രഹാമും കൂടെ വീണ്ടും ഒന്നിച്ച് പ്രവർത്തിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ കുക്ക് സാഹിബുമായിട്ട് തെറ്റി കെ എബ്രഹാം അവരുടെ കൂട്ടത്തിലുള്ള സുറിയാനി ആളുകൾ എല്ലാം കൂടെ ചേർന്ന്, അല്ലെങ്കിൽ മുന്നോക്കക്കാരെല്ലാം കൂടെ ചേർന്ന് അവർ കൂടുതൽ സഭകൾ അവർ പ്രത്യേകമായി അവസാനം ദളിതരേറിയ പങ്കും കുക്ക് സാഹിബിനോടൊപ്പം നിന്നു. അങ്ങനെ കേരളത്തിൽ ചർച്ച് ഗോഡ്, അസംബ്ലീസ് ഗോഡ്, IPC എന്ന വലിയ 3 പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുവാനിടയായി. ഞാൻ അക്ഷരം പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മറ്റു ചരിത്രങ്ങളും വായിക്കാം. സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ സ്ഥാപകനായ സിലോണിലെ പോളുമായിട്ട് കെ എബ്രഹാം ബന്ധപ്പെട്ടു. സിലോൺ പെന്തക്കോസ്ത് സഭയുടെ സ്ഥാപകനായ സിലോണിലെ പോൾ ഉപദേശി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് 1934 ആ ബന്ധവും ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ വേർപെട്ടു. ആ ബന്ധം മുറിഞ്ഞുപോയി. കാരണം ഈ പോൾ ഉപദേശിക്ക് ശേഷം ആ സഭയുടെ നേതൃത്വത്തിൽ വന്ന ആൽവിൻ എന്ന ആള് കുറെ ദുരുപദേശങ്ങൾ TPN ചർച്ചകളിൽ കൊണ്ടുവന്നു. ശുശ്രൂഷമായി വിവാഹം കഴിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിനെ തുടർന്ന് അവർ തമ്മിൽ തെറ്റി. 1936 കുക്ക് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ വഴി കാണാത്തതിനാൽ അമേരിക്കയിലേക്ക് പൂർണ്ണ സുവിശേഷ സമയമായി. അത് അമേരിക്കയിലെ ചർച്ചക്കോടുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഇന്ത്യയിലെ ചർച്ചക്കോടിന്റെ ആദ്യത്തെ മിഷനറിയായി. 1948 വരെ തുടരുകയും ചെയ്തു. തുടർന്ന് ചില അസ്വസ്ഥതകൾ സഭയിൽ ഉണ്ടാകുകയും കേരളക്കരയിൽ നീണ്ട 36 വർഷം പ്രവർത്തിച്ച ശേഷം കേരളക്കരയിൽ തന്നെ മരിക്കും വരെ പ്രവർത്തിക്കണമെന്ന അഭിലേഷം നിവൃത്തിയാകാതെ 1950 വിശ്രമാർത്ഥം കുക്ക് സാഹിബ് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. തുടർന്ന് C. ഫ്രഞ്ച്, വില്യം ബോബ്സിൻ, ഡോറ, വി. മേഴ്സ്, റോബർട്ട് റീസർ, ഡാരൻ ലെൻസി ആദ്യമായ മിഷനുമാർ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചു. 1960കളിൽ സ്വദേശീയരെ സഭയുടെ ചുമതലകൾ നിയമിക്കുകയും 1993 കണക്കനുസരിച്ച് കേരളത്തിൽ ഏതാണ്ട് 400ഓളം സഭകൾ ഉണ്ടായി വരികയും ചെയ്തു. 1936 കെ എബ്രഹാം സ്വീഡനിലെ സ്വതന്ത്ര സഭകളുടെ നേതാവായിരുന്ന ലെവി പത്രോസിന്റെ ക്ഷണപ്രകാരം, നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് നേതൃത്വത്തിലുണ്ടായിരുന്ന ആദ്യം വിദേശത്തേക്ക് മിഷന്റെ അല്ലെങ്കിൽ വിദേശ സഞ്ചാരത്തിന് പോയത് ഹോളണ്ടിലേക്കാണ്, സ്വീഡനിലേക്കാണ്.
കെ എബ്രഹാം സ്വീഡനിലെ സ്വതന്ത്ര സഭയുടെ നേതാവുമായി ബന്ധപ്പെട്ട് അത് KC ചെറിയാനുവദിച്ചു. വിദേശ പര്യടനത്തിന് പോയി. വിദേശ ബന്ധങ്ങളിലൂടെ ലഭിച്ച സാമ്പത്തിക ഉദവി കേരളത്തിലെ സഭകൾക്ക് സ്ഥലം വാങ്ങുന്നതിനും ഹോളുകൾ പണിയുന്നതിനും ഉപയോഗമാക്കി തീർത്തു. കേരളത്തിന് പുറത്തേക്കും വടക്കേ ഇന്ത്യയിലേക്കുമായി സഭകൾ എണ്ണത്തിൽ പെരുകയും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ 1934 ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ IPC എന്ന് അതിനെ പുനർനാമകരണം ചെയ്തു. ഇന്ന് ഏതാണ്ട് 30,000-4000 സഭകളുള്ള ഒരു പ്രസ്ഥാനമായ IPC വളർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സഭകളുടെ വളർച്ചയുടെ കാര്യത്തിൽ ഒരു ഗണനീയ സ്ഥാനം IPCക്കുണ്ട് എന്ന് തിരിച്ചറിയണം. അസംബ്ലീസ് കൊണ്ട് പല മിഷന്മാർ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1926 ബെഥേൽ ബൈബിൾ സ്കൂൾ മാവേലിക്കരയിൽ ചാപ്മാൻ പോയി പ്രവർത്തിച്ചു. പിൽക്കാലത്ത് ജോൺ ബർജസ് എന്ന് പറഞ്ഞ സാഹിബിന്റെ നേതൃത്വത്തിൽ 1926 മാവേലിക്കരയിൽ ബെഥേൽ ബൈബിൾ സ്കൂൾ എന്നത് ആരംഭിച്ചത്. പിന്നീട് അത് പുനലൂരേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ബെഥേൽ ബൈബിൾ കോളേജ് എന്ന പേരിൽ ഇന്ന് പുനലൂരിലുള്ള ആ ബൈബിൾ കോളേജ്. പിന്നീട് പുനലൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം മിഷന് നേതൃത്വം സ്വദേശിയിലേക്ക് ചുമതല കൈമാറി. ഇന്ത്യയിൽ വളരെയധികം പുരോഗതി കൈവച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് അസംബ്ലീസ് ഓഫ് പ്രസ്ഥാനം. ഇന്ന് ആയിരക്കണക്കിന് സഭകൾ ഇന്ത്യ മഹാരാജ്യത്ത് അസംബ്ലീസ് ഉണ്ട്. ജോൺ അയ്യാപിള്ളയുടെ പുത്രനായ PJ തോമസ്, നിങ്ങൾക്കറിയാം ഷാരോൺ സഭയുടെ ഉത്ഭവം PJ തോമസ് 1953 തിരുവല്ല ആസ്ഥാനമാക്കി. അയ്യാപിള്ള സാർ നിങ്ങൾ പ്രസംഗരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 1953 തിരുവല്ല ആസ്ഥാനമാക്കി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഷാരോൺ ഫെലോഷിപ്പ് അറിയപ്പെടുന്നത്. സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിച്ച പല സഭകളും ഈ പ്രസ്ഥാനത്തോട് ചേരുകയുണ്ടായി. സുവിശേഷ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനും സ്ഥാപിച്ച ഷാരോൺ ബൈബിൾ സ്കൂൾ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായമായിട്ടുണ്ട്. തുടർന്ന് മണക്കാല ഫീസ് തിയോളജിക്കൽ സെമിനാരി. ഇത് കൂടാതെ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി നിലകൊള്ളുന്നു. 1950-കൾക്ക് ശേഷം ധാരാളം പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ, ഇൻഡിപെൻഡന്റ് സഭകൾ, സ്വതന്ത്ര സഭകൾ. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഔദ്യോഗിക മെയിൻ ലൈൻ പെന്തക്കോസ് സഭകൾ എന്ന് പറഞ്ഞാൽ അസംബ്ലീസ് ഓഫ് IPC, ചർച്ചകോട്, ഷാരോൺ, കൂടാതെ ന്യൂ ഇന്ത്യ ചർച്ചകോട്, TPM, അതുകൂടാതെ ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ എണ്ണത്തിൽ വളരെയധികം പെരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1970-ൽ സ്വന്തം പ്രസ്ഥാനങ്ങൾ അതേ ശക്തി ആർജിച്ചു. അനേക പെന്തക്കോസ് സമൂഹങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇൻഡിപെൻഡന്റ് സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം സഭകൾ ഇന്ന് കേരളക്കരെ മുഴുവൻ ഇളക്കി മറിക്കുന്ന നിലയിലേക്ക് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു ശക്തിയായി, നമുക്കൊരു ഐക്യമില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി, ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം, പ്രഷർ ഗ്രൂപ്പ് ചെലുത്തുവാൻ, ഭരണാധികാരികളെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ, പെന്തക്കോസ് സഭാ സമൂഹങ്ങൾ വളർന്നിട്ടുണ്ട് എന്നുള്ളത് ചെറിയ ഒരു കാര്യം അല്ല. നമ്മൾ ഇതുവരെ പഠിച്ചത് പൊതുവെ ഭാരത സഭയുടെ ചരിത്രമാണ്. അവസാനിക്കുന്നു. നമ്മുടെ ഈ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നോക്കട്ടെ, ഞാൻ ബിനു സാറിന് ഈ പേപ്പർ കൊടുത്തിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി അയച്ചു തരാൻ പറയാം. സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടും ഇത് വായിക്കാൻ. ഇത്രയേ ഉള്ളൂ ഭാരത സഭ ചരിത്രം. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. കമോൺ. ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഫർദർ ഡീറ്റെയിൽസ് ബിനു സാർ നിങ്ങളെ അറിയിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ അത്യാവശ്യമായിട്ട് നോട്ട്സ് വേണം. ഓക്കെ, ഞാനിത് ഞാൻ ബിനുസാറിനോട് പറയാം. ബിനുസാറിനെ ഒന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് അത് അദ്ദേഹം പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു, കോപ്പി എടുത്ത് അയച്ചു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ശരി, പ്രാർത്ഥിച്ച നിങ്ങൾ എത്ര പേരുണ്ട് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു പ്രാവശ്യം? ഈ കൂട്ടത്തിൽ എല്ലാവരും ഗ്രാജുവേറ്റ് ചെയ്യുന്നവരാണോ? അല്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും തീസിസ് എഴുതുന്നവരുണ്ടോ? തീസിസ് എഴുതുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ട് സാറേ. ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഒരിക്കലൂടെ ഞങ്ങൾ തിരുസലിൽ അടുത്ത് വരുന്നു. ഈ സന്ധ്യാസമയത്ത് അല്പം താമസിച്ചെങ്കിലും കർത്താവെ ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരുവാനും ക്ലാസ്സിൽ സംബന്ധിക്കാൻ ദൈവം സഹായിച്ചല്ലോ. കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ ഉടലെടുപ്പിന് കാരണമായ ചരിത്രപരമായ വസ്തുതകൾ ഞങ്ങൾ കർത്താവെ 3-4 ക്ലാസ് കൊണ്ട് ലളിതമായി പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും
തൃക്കരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. ധാരാളമായി ദൈവകൃപ നിറയ്ക്കണം. ഈ ക്ലാസ്സുകൾ അവരുടെ ആത്മീയജീവിതത്തിന് പുരോഗതിക്ക് കാരണമാകും. സഭയുടെ ഉത്ഭവത്തെയും വളർച്ചയും പെന്തക്കോസ്ത് അനുഭവങ്ങളെയും കുറിച്ചൊക്കെ കർത്താവെ എന്തെന്ന് മനസ്സിലാക്കുവാൻ ഈ പഠനം അവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇതിനുവേണ്ടി ഒരുക്കിയ ഈ സെമിനാർ, ഗീഹോൻ തിയോളജിക്കൽ സെമിനാരിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അതിന്റെ നേതൃത്വത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. വരും ദിവസങ്ങൾ കർത്താവെ ഗ്രാജുവേഷൻ നടക്കുകയാണല്ലോ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാജുവേഷൻ നടക്കുവാൻ്റെയും കൃപ നൽകണമേ. മഹത്വത്തിനായി സകലം ചെയ്യും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.